ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിമൻസ് വേൾഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടിക്ടോക്കിന് പകരക്കാരനായ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ടിക്ടോക്കിന് പകരക്കാരനായി നമ്മൾ ഇൻസ്റ്റഗ്രാമിനെ തിരഞ്ഞെടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതിനെ ഇൻസ്റ്റ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഞാൻ ആൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായി നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ നമ്മുടെ സെർച്ച് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീഡിയോ നമുക്ക് ഒരു വീഡിയോ റീൽസ് എന്ന് പറയുന്നൊരു വീഡിയോ കാണുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ടിക്ടോക്കിലെ താരങ്ങൾ മുഴുവൻ ഇതിൽ ചേക്കേറിയിട്ടുണ്ട്. എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഇവരെല്ലാവരും ഒരുപാട് വീഡിയോസ് ഇപ്പം ഒരുപാട് വീഡിയോസ് ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കിനി നോക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ചു വന്നു. ഇനി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏറ്റവും ടോപ്പിലായി ലെഫ്റ്റ് സൈഡിലായി നമുക്കൊരു ക്യാമറയുടെ ഓപ്ഷൻ കാണാം. ഓക്കെ, ഈ ക്യാമറയുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ഇതുപോലൊരു ക്യാമറ സ്ക്രീനിലാണ്. ഈ ക്യാമറ സ്ക്രീനിൽ ഏറ്റവും താഴെയായി നമുക്കിതുപോലെ ലൈവ്, സ്റ്റോറി ആൻഡ് റീൽസ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ റീൽസ് സെലക്ട് ചെയ്യുക. റീൽസ് എടുക്കുമ്പോൾ തന്നെ മുകളിൽ കാണാം ആഡിയോ, സ്പീഡ്, എഫക്ട്സ്, അതുപോലെ ടൈമർ. ഇങ്ങനെ 3 ഓപ്ഷൻ വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് സോങ്സ് എടുക്കാം. അതിനായി മ്യൂസിക് ടാപ്പ് ചെയ്യുക. അതിൽ നമ്മുടെ ടിക്ടോക്കിൽ വൈറലായിട്ടുള്ള എല്ലാ മ്യൂസിക്കും ഇതിൽ നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇവിടെ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഈ തണ്ടർ എന്ന് പറയുന്നുള്ള മ്യൂസിക് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തു, ഡൺ കൊടുക്കുന്നു. ഡൺ കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ വീഡിയോ ലോഡ് ചെയ്യാനായി നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കണ്ട ഒരു സർക്കിൾ കാണാം. ഈ സർക്കിളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ അമർത്തി അങ്ങ് പിടിക്കുക. ടിക്ടോക്കിലകത്തെ മെത്തേഡ് തന്നെയാണ്. നമുക്ക് മുകളിൽ ആ വീഡിയോ ലോഡ് ചെയ്യുന്നതായിട്ട് കാണാൻ. ഈ വീഡിയോ ഇത്രയും ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിളിന് തൊട്ട് അടുത്തായി ഒരു ആരോ മാർക്ക് നമുക്ക് കാണാം. ഈ ആരോ മാർക്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഓക്കെ ലോഡായതിനു ശേഷം വീണ്ടും നമ്മൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടിക്ടോക്കിലെ സെയിം ഇത് വന്നു, റീൽസ് വന്നു. ഇവിടെ നമുക്ക് ഹാഷ്ടാഗ്സ് കൊടുക്കാം. ഹാഷ്ടാഗ്സ് ഇഷ്ടമുള്ള ഹാഷ്ടാഗ്സ് നമുക്ക് കൊടുക്കാം. കേരള ഇഷ്ടമുള്ള ഹാഷ്ടാഗ്സ് നമുക്കിവിടെ നോക്കാം. കൊടുത്തിട്ട് ഇത് നമുക്ക് സ്റ്റോറീസ് ആയിട്ട് സേവും ചെയ്യാം, അതുപോലെ റീൽസ് ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് സേവ് ആസ് ഡ്രാഫ്റ്റും ഉണ്ട്, ഷെയറും ഉണ്ട്. ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഇത് ഷെയർ ആവുകയാണ്. ഓക്കെ, ഷെയറായി. ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. എല്ലാവരും യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നമ്മുടെ റീൽസിൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അത് വാച്ച് റീൽസ് എടുക്കുമ്പോൾ റീൽസിൽ നമ്മൾ സേവ് ആയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മറ്റുള്ള വീഡിയോസൊക്കെ കാണാം. എല്ലാവരും ഉണ്ട്, എല്ലാ സ്റ്റാർസും ഉണ്ട്. ടിക്ടോക്ക് സ്റ്റാർസും ഇതിൽ ഇപ്പം ആൾറെഡി ഉണ്ട്.